സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞാനിവിടെ റോഷൻ. ഒടുക്കം നമുക്ക് അങ്ങനെ ഇപ്പോൾ ഡിസംബറിൽ ഇറങ്ങാനിരിക്കുന്ന ഡൂംസ്ഡേ പടത്തിന്റെ ട്രെയിലറും ഒഫീഷ്യലായിട്ട് അങ്ങ് കിട്ടിയേക്കുവാണ്. വെയിറ്റ് ഒഫീഷ്യലായിട്ട് നമ്മുടെ ഇടയിലോട്ട് ഓൺലൈനിലോട്ട് അങ്ങ് പരവിയിട്ടില്ല. ഇത് മെയിനായിട്ട് സിനിമ കോണിൽ അവിടെ പങ്കെടുത്ത കുറച്ച് പേർക്ക് മാത്രമായിട്ടാണ് അങ്ങ് കാണിച്ചു കൊടുത്തേക്കുന്നത്. അതെന്നെ പരിപാടിയാണ് പോയി. പിന്നെ നമ്മളെയൊക്കെ എന്തോന്ന് തവിട് കൊടുത്ത് വാങ്ങിച്ചാണോ എന്ന് ചോദിക്കണമെന്നുണ്ട്. ബട്ട് മേ ബി ഇപ്പോൾ സ്പൈഡർമാൻ ബ്രാൻഡിയുടെ പടം ഇറങ്ങാൻ പോകണല്ലോ. സോ അതിന് മുമ്പ് അനാവശ്യമായിട്ട് ഇപ്പോൾ ഡൂംസ്ഡേയുടെ പടം കൂടെ അതിൻ്റെ ഒരു ട്രെയിലറോടെ വിട്ട് ആ ഒരു ഹൈപ്പ് ഇതിൽ മുക്കിക്കളയേണ്ടെന്ന് വിചാരിച്ച് കാണും. സോ അപ്പോൾ പറഞ്ഞു വന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കോണിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഈ ഒരു ട്രെയിലർ നമ്മൾ കാണുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിക്ക് സമയം എടുക്കും. ഈ അടുത്തൊന്നും കാണാനായിട്ട് വഴിയില്ലെന്നാണ് തോന്നുന്നത്. നോക്കാം. ആൻഡ് സർപ്രൈസിംഗ്ലി ട്രെയിലറിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ സീൻ പോലും ലീക്ക് ആയിട്ടില്ല എന്നുള്ളത് അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് അറിയാലോ, മുട്ടിനാണ് ലീക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നത്. സോ ആ ഒരു ടൈമിൽ ഇത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ട്രെയിലറിലെ സീൻസ് ലീക്ക് ആയിട്ടില്ല എന്നേ ഉള്ളൂ എന്ന് വെച്ച് സിനിമ കോണിൽ അറ്റൻഡ് ചെയ്ത ആ ഒരു ട്രെയിലർ കണ്ട ആൾക്കാരുടെ വാ മൂടി കെട്ടാനൊന്നും പറ്റത്തില്ലല്ലോ. സോ ആ ഒരു പരിപാടിയിൽ അറ്റൻഡ് ചെയ്തവർ ആ ഒരു ട്രെയിലറിൽ എന്തൊക്കെയാണ് കണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നൈസായിട്ട് പുറത്തു വന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മൊത്തത്തിൽ ആ ഒരു ട്രെയിലറിന്റെ ഒരു ഐഡന്റിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡൂംസ്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പടത്തിനെ ബേസ് ചെയ്ത് തന്നെ ഏതാണ്ട് 19ഓളം ട്രെയിലർ കട്ട്സ് ആണ് ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് അണിയറ പ്രവർത്തകർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. സോ ഈ ഒരു സിനിമ കോണിൽ കണ്ട ആൾക്കാർ കണ്ട അതേ ഒരു ട്രെയിലർ തന്നെയാണോ ഇനി നമ്മൾ ഭാവിയിൽ കാണാൻ പോകുന്നതെന്നൊന്നും അറിയത്തില്ല. സോ നമ്മൾ എന്തായാലും ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ കോണിൽ കാണിച്ചിട്ടുള്ള ഒരു ട്രെയിലറിൻ്റെതായിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട് ആ ഒരു ട്രെയിലർ ഏതൊരു രീതിക്കാണ് വന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങളും അതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് കാണിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ പതിവ് പോലെ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. ട്രെയിലർ വിശദീകരിക്കുന്നതിന് മുമ്പേ പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങളെല്ലാവരും ഓൾറെഡി അറിഞ്ഞു കാണും, ഡ്യൂണും ഡൂംസ്ഡേയും ഏതാണ്ട് ഒരു സെയിം ടൈം ഗ്യാപ്പിൽ തന്നെയാണ് ഇറങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഐമാക്സ് സ്ക്രീൻസ് മിക്കതും ഡ്യൂൺ കൊണ്ടുപോയി എന്നുള്ളത് കൊണ്ട് തന്നെ ഡൂംസ്ഡേയുടെ റിലീസ് ഡേറ്റ് തള്ളി വെക്കുമെന്നുള്ള രീതിക്ക് ഒരു കിംവദന്തി നിങ്ങളെല്ലാവരും കേട്ട് കാണണം. എന്തായാലും ആ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഇപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. ഡൂംസ്ഡേ പറഞ്ഞ സമയത്ത് പറഞ്ഞ പോലെ തന്നെ വരും. ഐമാക്സ് സ്ക്രീൻസ് തന്നില്ലെങ്കിൽ എന്ത്, ഞങ്ങളുടെ പടത്തിന് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഫോർമാറ്റ് തന്നെ ഉണ്ടാക്കി കളയുന്ന രീതിക്ക് ഡിസ്നി കയറി മാസ് അടിച്ചിട്ടുണ്ട്. ഇൻഫിനിറ്റി വിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു ഫിലിം ഫോർമാറ്റ് തന്നെ ഇപ്പോൾ ഡിസ്നി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ഇപ്പോൾ റീ റിലീസ് ചെയ്യാൻ പോകണല്ലോ. ആ ഒരു പടത്തിന്റെ പകുതി ഭാഗവും ഈ ഒരു ഇൻഫിനിറ്റി വിഷൻ ഭാഗമായിട്ടായിരിക്കും ഇറക്കാൻ പോകുന്നതെന്നാണ് ഈ പറയാൻ കഴിയുന്നത്. ആൻഡ് ഈ ഒരു ഇൻഫിനിറ്റി വിഷൻ എന്താണ്, എന്തൊരു ചെയ്യുമോ എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടുള്ള ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഇതിന്റെ ഒരു സെറ്റപ്പ് പറയണമെങ്കിൽ ഡൂംസ്ഡേ വരെ കാത്തിരിക്കണം. ഡൂംസ്ഡേ ആയിരിക്കും ഈ ഒരു ഇൻഫിനിറ്റി വിഷൻ വേർഷനിൽ മൊത്തമായിട്ട് ഇറങ്ങാൻ പോകുന്ന പടം. ആൻഡ് നിങ്ങൾ റീൽസിലും ഷോർട്സിലും ഒക്കെ ആയിട്ട് കണ്ട് കാണണം, RDCയും ക്രിസ് ഇവാൻസും ഒരുമിച്ചതുകൊണ്ടാണ് ആ ഒരു അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ട്രെയിലർ തിരികൊളുത്തി വിട്ടത്. OG മാർവൽ ഫാൻസിലെല്ലാം എന്താ പറയുക, ഇതൊരു വോൾസ് മൊമെന്റ് തന്നെ ആയിരിക്കണം. എന്താ പറയുക, ആ ഒരു ബാക്ക് ടു സിവിൽ വാർ ഡേയ്സ് എന്ന് പറയുന്ന രീതിക്ക് രണ്ടുപേരുടെയും ആ ഒരു ചെറിയ കുസൃതി നിറഞ്ഞ റൈവലറി ഒക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഗുഡ് ഓൾഡ് ഡേയ്സ് പറഞ്ഞു പറഞ്ഞ് നമ്മൾ കുറച്ചധികം കാട് കയറിയെന്ന് തോന്നുന്നു. സോ നേരെ ട്രെയിലറിലോട്ട് വരാം. പ്രൊഫസർ എക്സിന്റെ വോയിസ് ഓവറിലൂടെ എക്സ്മാൻഷനിൽ വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാകുന്ന ഒരു സീക്വൻസ് കാണിച്ചുകൊണ്ടാണ് ട്രെയിലർ തുടങ്ങുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് അതേ എക്സ്മാൻഷനിൽ ഒരു വലിയ ഫൈറ്റ് സീക്വൻസും നടക്കുന്നുണ്ട്. ആൻഡ് ആ ഒരു ബ്ലാസ്റ്റിന് കാരണം മിക്കവാറും ഡൂമോ അല്ലെങ്കിൽ ഡൂമോ പടച്ചുവിട്ട സെന്റിനൽസോ ആയിരിക്കണം. ആൻഡ് ഇവിടെ പ്രൊഫസർ എക്സിന്റെ വോയിസ് ഓവറിൽ പറയുന്നതാണ്, ഇത് നാശത്തിന്റെ ആരംഭമാണ്, ഈ വരുന്നതിനെ നമുക്ക് തടുക്കാൻ കഴിയുന്നതിലും അപ്പുറമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പ്രൊഫസർ എക്സ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. പ്രൊഫസർ എക്സിന്റെ ആ ഒരു ഹൈപ്പ് കയറ്റലിന് പിന്നാലെ തന്നെ നമ്മുടെ OG RDCയുടെ ഡോക്ടർ ഡൂമിനെ തന്നെ കാണിക്കുവാണ്. ഡോക്ടർ ഡൂമിന്റെ ആ ഒരു കോമിക് ബേസ്ഡ് OG ലുക്കിൽ പുള്ളി ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുന്ന രീതിയിൽ ആ ഒരു ഹുഡൊക്കെ വെച്ചിട്ട് നിൽക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. പുള്ളിയുടെ മുഖത്ത് ആരോടോ വലിയ രീതിക്കുള്ള ഒരു ദേഷ്യം കലർന്ന ഒരു മുഖഭാവത്തോടു കൂടിയാണ് പുള്ളിയെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം റെഡ് കളറിലുള്ള ന്യൂ അവഞ്ചേഴ്സിന്റെ തണ്ടർ ബോൾസിന്റെ ആ ഒരു ലോഗോയാണ് കാണിക്കുന്നത്. ആൻഡ് തണ്ടർ ബോൾസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തോറും ഫണ്ടാസ്റ്റിക് ഫോർ മെമ്പേഴ്സുമാണ് ഇപ്പം അങ്ങോട്ട് വന്നിട്ടുള്ളത്. ആൻഡ് തോർ ഈ ഒരു സംഭവത്തിന്റെ സീരിയസ്നെസ് ഇവിടെ വിശദീകരിച്ച് കൊടുക്കുന്ന രീതിയിലാണ് തുടർന്നുള്ള കുറച്ച് സീക്വൻസുകൾ പോകുന്നത്. താൻ ഇതുവരെ ഒരുപാട് പോരാട്ടങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും അതിലൂടെ ഒരുപാട് ബന്ധങ്ങളെയും തനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ ഇപ്പോൾ വരാൻ പോകുന്ന ഈ ഒരു വലിയ യുദ്ധം അതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലാണെന്നും ഇവിടെ നമ്മൾ തോറ്റു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത യുദ്ധങ്ങൾക്കൊന്നും യാതൊരു വിലയില്ല എന്നുള്ള രീതിക്ക് തോർ പറയുകയാണ്. തോർ ഇവിടെ പറഞ്ഞതിലല്ല, പറഞ്ഞ തോറിലാണ് കാര്യം. അതായത് തോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-400 വർഷങ്ങളായിട്ട് ഒരുപാട് യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്ത എക്സ്പീരിയൻസ് ഉള്ള അത്രയും വലിയൊരു ബാറ്റിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. പുള്ളി തന്നെ പറയുവാണ്, ഞാൻ ഇതുവരെ പങ്കെടുത്ത ബാറ്റിലുകളെക്കാളെ എല്ലാം മുകളിൽ നിൽക്കുന്ന ഒരു ബാറ്റിലാണ് വരാൻ പോകുന്നതെന്ന്. ഇവിടെ നമ്മൾ തോറ്റു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം യാതൊരുവിധ പ്രസക്തിയും ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള രീതിക്ക് തോർ പറയണമെങ്കിൽ ഇതാണ് ഡൂമിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഹൈപ്പ്. സോ ഇതിൽ നിന്നല്ല നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഒരു പടത്തിൽ മെയിനായിട്ട് അവഞ്ചേഴ്സിന്റെ ആ ഒരു ടീമിനെ ലീഡ് ചെയ്യുന്ന ഒരു എന്താ പറയുക, എല്ലാവരും കോർത്തിണക്കുന്ന ഒരു ക്യാരക്ടർ ഒരു മെയിൻ റോൾ തന്നെയായിരിക്കും നമ്മുടെ തോർ വരാനായിട്ട് പോകുന്നത്. കാര്യം അവഞ്ചേഴ്സ് ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിന്ന ഭിന്നമായിട്ട് കിടക്കുകയാണല്ലോ, പല പല പേരുകളിൽ പല പല ആളുകളിലൊക്കെ ആയിട്ട്. സോ അവരെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ പോകുന്ന ഒരു എന്താ പറയുക, ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു മെന്റർ റോളിൽ തോർ ആയിരിക്കും വരാൻ പോകുന്നത്. നല്ലൊരു കാര്യം, ഹി ഡിസേർവ്സ് ഇറ്റ്. അതിനുശേഷം തകർന്ന് നശിച്ച നിലയിലുള്ള കുറെ സ്റ്റാച്യൂസിനെ കാണിക്കുന്നു എന്നുള്ള രീതിക്കാണ് മെൻഷൻ ചെയ്യുന്ന ആൾക്കാർ. സോ ആ ഒരു സ്റ്റാച്യു എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. ബട്ട് സ്റ്റാച്യു എന്നുള്ള രീതിക്ക് പറയുമ്പോൾ മേ ബി അത് ആ ഒരു ക്യാങ്ങിനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. കാങ്ങിന്റെ ആ ഒരു വലിയ കൊളോസിയം സെറ്റപ്പിൽ ഒരുപാട് ക്യാങ്ങിന്റെ വേരിയൻസിന്റെ സ്റ്റാച്യൂസ് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ.
സോ അത് നശിച്ച് കിടക്കുന്നതായിരിക്കണം. സോ മേ ബി ഇവിടെ കാങ്ങുമായിട്ട് ഡൂമിന്റെ ഒരു ചെറിയ ഫൈറ്റ് സീക്വൻസ് ഒരു ഗ്ലിംസ് പോലെ എങ്ങാനും കാണിച്ചു പോയേക്കാം. കാര്യം എന്തുകൊണ്ടാണ് കാങ്ങിന് നമ്മുടെ MCUലോട്ട് തിരിച്ചു വരാത്തെന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് നമുക്കറിയാം. എന്നാൽ പോലും ഈ ഒരു കാങ്ങിന്റെ പരിപാടികൾ ചെറുതായിട്ടൊന്ന് തുടങ്ങി വെച്ചായിരുന്നല്ലോ. സോ അതിനൊരു ക്ലോഷർ കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. സോ ഒരു കല്ലി രണ്ട് മാങ്ങ എന്ന് പറയുന്ന ഒരു ഡൂമിന് മാസ് കയറ്റാനായിട്ടുള്ള ഒരു സീക്വൻസും ആവും. കാങ്ങിന് എന്ത് പറ്റി എന്നുള്ളൊരു ചോദ്യത്തെ അങ്ങോട്ട് ഇല്ലാതാക്കാനും പറ്റുമോ എന്നുള്ള രീതിക്ക് ഇങ്ങനെ ഒരു സീക്വൻസ് മിക്കവാറും പടത്തിൽ കാണും. ഷാങ്ചി വേഴ്സസ് ഗാംബിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസിന്റെ ഗ്ലിംസ് ആണ് പിന്നെ കാണിച്ചിട്ടുള്ളത്. ഷാങ്ചി ഗാംബിറ്റ് എന്ന് പറയുമ്പോൾ രണ്ടും ഒരു പോസിറ്റീവ് സൈഡിലുള്ള ആൾക്കാരാണ്. സോ ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ഫ്രണ്ട്ലി ഫൈറ്റ് ആയിരിക്കും തോന്നുന്നു. പടത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആദ്യത്തെ ട്രെയിലറിൽ തന്നെ ഇത് ടീസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പടത്തിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മൊമെന്റിൽ നടക്കുന്ന ഒരു പരിപാടി ആയിരിക്കും ഇതെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം എക്സ്മാൻ വേഴ്സസ് അവഞ്ചേഴ്സിനെ ടീസ് ചെയ്യുന്ന നിലയ്ക്ക് എക്സ്മാനിലെ ക്യാരക്ടേഴ്സിനെയും അവഞ്ചേഴ്സിനെ ക്യാരക്ടേഴ്സിനെയും പല സ്ഥലത്ത് പല രൂപത്തിൽ പല ഭാവത്തിൽ ഫൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കട്ട് സീക്വൻസുകൾ കാണിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. യെസ് ഗൈസ്, എക്സ്മാൻ വേഴ്സസ് അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയുക ഒരു എപ്പിക് ക്രിയേറ്റീവ് ഐഡിയ നമുക്കിവിടെ ലൈവ് ആക്ഷനിൽ കാണാനായിട്ട് പറ്റും. ബട്ട് അതിനെ ഫോക്കസ് ചെയ്ത് മെയിനായിട്ട് അത് വലിയൊരു പരിപാടിയാണെന്ന് വിചാരിച്ചാലും വരരുത്. കാരണം അറിയാലോ പടത്തിന്റെ പേര് ഡൂംസ്ഡേ എന്നാണ്. കാര്യം ഇതിന്റെ പിന്നണിയിൽ നിന്ന് കളിക്കാൻ പോകുന്നത് ഡൂം ആയിരിക്കും. ഈ ഒരു എക്സ്മാൻ വേഴ്സസ് അവഞ്ചേഴ്സ് ഉണ്ടാക്കുന്നത് തന്നെ ഡൂം ആയിരിക്കും. സോ ഡൂമിന്റെ വില്ലനിസം കാണിക്കുന്ന ഒരു പരിപാടിയായിരിക്കും ഈ ഒരു എക്സ്മാൻ വേഴ്സസ് അവഞ്ചേഴ്സ് ഫൈറ്റിൽ നമുക്ക് കാണാനായിട്ട് പോകുന്നത്. അതിനുശേഷം യെലോനോ ബലോവയും മിസ്റ്റിക്കും തമ്മിലുള്ള ഒരു ഫൈറ്റും കാണിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഈ ഒരു എക്സ്മാൻ വേഴ്സസ് അവഞ്ചേഴ്സിന്റെ കട്ട് ഷോട്ട്സ് കാണിക്കുന്നുണ്ടല്ലോ, അതിലൊരു ഫൈറ്റ് ഇതായിരിക്കും. ആൻഡ് ഈ ഒരു യെലോനോ ബലോയുടെ ആ ഒരു ലുക്ക് നമ്മുടെ മിസ്റ്റിക് എടുക്കുന്ന രീതിയിലും ആ ഒരു രണ്ട് യെലോനോ ബലോ തമ്മിലുള്ള ഒരു ഫൈറ്റ് എന്ന രീതിക്കാണ് ആ സീക്വൻസ് പോകുന്നത്. ആൻഡ് ഐക്കോണിക് തോർ വേഴ്സസ് ഡൂം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഐക്കോണിക് ആവാൻ പോകുന്ന ആ ഒരു ഫൈറ്റ് സീക്വൻസിന്റെ ചെറിയൊരു ഗ്ലിംസും കൂടെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഫൈറ്റ് സീക്വൻസിൽ നമ്മുടെ തോർ സ്റ്റോം ബ്രേക്കർ ഡൂമിന് നേരെ എറിയുന്ന രീതിക്കും ആൻഡ് ഈ ഒരു സ്റ്റോം ബ്രേക്കർ ഡൂം തടുത്ത് നിർത്തുന്ന രീതിക്കും ആ ഒരു സീക്വൻസ് പോകുന്നത് കാണിക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം ബ്ലാക്ക് പാന്തർ വേഴ്സസ് നെമോർ ഫൈറ്റ് സീക്വൻസ് ആണ് ചെറുതായിട്ടൊന്ന് ടീസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഒരു ഡൂംസ്ഡേയുടെ ഭാഗമായിട്ട് ചെറിയ ചെറിയ ചിന്ന ട്രെയിലറുകൾ ഇതിന് മുമ്പ് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൽ നമ്മുടെ ആ ഒരു ഷുറിയുടെ ക്യാരക്ടർ ഒരു ഡെസേർട്ട് പോലത്തെ സ്ഥലത്തേക്ക് വരുന്ന രീതിയിൽ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ഡെസേർട്ട് പോലെ കിടക്കുന്ന സ്ഥലത്ത് ആദ്യം മൊത്തം വെള്ളമായിരുന്നു, മൊത്തം ഒരു ഓഷ്യൻ സെറ്റപ്പ് ആയിരുന്നു. സോ ഇപ്പോൾ അതിൻ്റെ ഗതി ഈ ഒരു രീതിക്ക് ആയിരിക്കുവാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയത്തില്ല. സോ ആ ഒരു സെറ്റപ്പിൽ നിന്നുകൊണ്ടാണ് നെമോറും ഷുറിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ടീസ് ചെയ്യുന്നത്. നെമോർ ഒരിക്കലും ഒരു വില്ലൻ ക്യാരക്ടറല്ല. പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള കുറച്ച് ഐഡന്റിറ്റീസും പരിപാടികളൊക്കെ ഉള്ള രീതിക്ക് ഒരു എന്താ പറയുക ഒരു ആന്റി ഹീറോ കണത്തിപ്പെടുത്താവുന്ന ഒരു ക്യാരക്ടറാണ്. സോ ഇതും ഒരു ഫ്രണ്ട്ലി ഫൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുള്ളൂ. എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ചെറിയൊരു സീക്വൻസിലായിട്ട് മാത്രം അവശേഷിക്കുന്ന ചെറിയൊരു ഫൈറ്റ് ആയിരിക്കണം. സോ എനിക്ക് തോന്നുന്നത് ഈ ഒരു പടത്തിൽ ഒരുപാട് സൂപ്പർ ഹീറോസ് തമ്മിൽ തല്ലാനായിട്ട് ചാൻസ് ഉണ്ട്. ആൻഡ് അതിനുശേഷം നമ്മളെല്ലാവരും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന ആ ഒരു റീയൂണിയൻ തോർ ആൻഡ് ലോക്കി അല്ല, തോർ ആൻഡ് ക്യാപ്റ്റൻ അമേരിക്ക. അതും ക്യാപ്റ്റനെ കണ്ടെത്തും തോർ ഹേ മച്ച ഹേ പാൽ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു സീക്വൻസ് പോകുന്നത്. അതിനുശേഷം എൻ ഗെയിമിൽ നമ്മളെ എല്ലാവരെയും രോമാഞ്ച കുഞ്ചിതരാക്കിയ ആ ഒരു ഐക്കോണിക് സീക്വൻസ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക തോറിന്റെ മിയോണേർ പൊക്കുന്ന ആ ഒരു സീക്വൻസ് വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അതേ സീക്വൻസ് ഇതിലും കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു മോട്ടിവേഷണൽ സ്പീച്ചും കൂടെയാണ് കേൾപ്പിക്കുന്നത്. ഒരു അവഞ്ചേഴ്സ് പടം എന്ന് പറയുമ്പോൾ അതിൽ ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ടായിരിക്കെ തന്നെ ക്യാപ്റ്റന്റെ ഒരു മോട്ടിവേഷൻ ഇല്ലാതിരിക്കുന്നത് എങ്ങനെ. അതിനുശേഷം തോർ ക്യാപ്റ്റൻ നോക്കിക്കൊണ്ട് വി നീഡ് എ മിറാക്കിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു സീക്വൻസ് അവസാനിക്കുന്നത്. ആ സീക്വൻസ് അങ്ങനെയാണ് അവസാനിച്ചതെങ്കിൽ ട്രെയിലർ അവസാനിക്കുന്നത് തലവൻ ഡൂമിന്റെ ഒരു ചെറിയ സീക്വൻസോട് കൂടെ തന്നെയാണ്. ആർക്കും തടുക്കാനാവാത്ത ഒഴിവാക്കാനാവാത്ത ഡൂം നിങ്ങളെ നോക്കി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഡൂം പറയുന്നിടത്താണ് കർട്ടൻ ഇടുന്നത്, ലോഗോ ഇടുന്നത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ആ ഒരു ഐക്കോണിക് ടൈറ്റിൽ തീമോടുകൂടി. സോ ഇതാണ് മൊത്തത്തിൽ ട്രെയിലറിൻ്റെതായിട്ട് പുറത്ത് വന്നിട്ടുള്ള ആൾക്കാരുടെ വായ് വഴി പുറത്ത് വന്നിട്ടുള്ള ആ ഒരു രൂപരേഖ. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ട്രെയിലർ കണ്ട ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു വരുന്ന രീതിക്കാണ് ഞാനിത് പറഞ്ഞത്. സോ ഇതുപോലെ തന്നെ വരണമെന്നില്ല, ബട്ട് ഇത് ഏകദേശം ഇതുപോലൊക്കെ തന്നെ ആയിരിക്കണം. ഞാൻ ഈ പറഞ്ഞു വെച്ചാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച് കാണണം. ഇതിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സിനെ എവിടെയൊക്കെ കാണിച്ചിട്ടുണ്ടോ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഡൂമിനെ ഹൈപ്പ് ചെയ്യുന്ന രീതിക്ക് അല്ലെങ്കിൽ ഡൂമിൻ്റെ ഒരു സ്റ്റോറിയിലെ കഥാപാത്രങ്ങൾ എന്നൊരു രീതിക്കാണ് ഈ ഒരു ട്രെയിലറിൽ വന്നും പോയിരിക്കുന്നത്. യെസ്, ആസ് പെർ ദ ടൈറ്റിൽ ഇൻഡിക്കേറ്റ്സ് ഇറ്റ്സ് ഡൂംസ്ഡേ. ഡൂമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പടം മൊത്തത്തിൽ ട്രാവൽ ആവാൻ പോകുന്നത്. ഡൂമിൻ്റെ ആ ഒരു ഈവിൾ പരിപാടികളാണ് മൊത്തത്തിൽ പടത്തിൽ കാണാൻ പോകുന്നത്. ആൻഡ് അതിനുശേഷം ഇവരുടെ തിരിച്ചടികൾ നമ്മൾ കാണാൻ പോകുന്നത് സീക്രട്ട് വാർസിലായിരിക്കും. എന്തിലധികം പറയുന്നു, ഈ ഒരു ട്രെയിലർ പുറത്ത് വിടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ RDJ പറഞ്ഞത് തന്നെ അവഞ്ചേഴ്സിൻ്റെ ട്രെയിലർ എന്നല്ല, ഡൂമിൻ്റെ ട്രെയിലർ എന്നുള്ള രീതിക്കാണ്. സോ അതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണല്ലോ. RDJയുടെ കേസ് പറയാനാണെങ്കിൽ മച്ചാൻ ഫുൾ കോൺഫിഡൻറ്റിലാണ്. ഇൻസ്റ്റാഗ്രാം ഫീഡുകളിലൂടെ ആയാലും മറ്റെല്ലാ തരത്തിലും പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറിൽ പുള്ളി ആറാടിയിട്ടുണ്ടെന്ന് പുള്ളിക്ക് തന്നെ നല്ല കോൺഫിഡൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. സോ ജസ്റ്റ് വെയിറ്റ് ഫോർ ഇറ്റ്. അപ്പോൾ എന്തായാലും ഇനി ഒഫീഷ്യലായിട്ട് ഈ ഒരു ട്രെയിലർ പുറത്ത് വരുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതിനെപ്പറ്റി പറയുന്നതായിരിക്കും നല്ലത്. സോ ഈ പറഞ്ഞിടത്തോളം വെച്ച് ഈ ഒരു ട്രെയിലർ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളൊരു കാര്യങ്ങളും പടത്തിൻ്റെ ബേസിൽ നിങ്ങൾക്ക് എത്രമാത്രം ഹൈപ്പ് കയറിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് ഞാൻ നൈസായിരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.